എൻ്റെ പേര് അജയ്. ഞാൻ കൊല്ലം ജില്ലയിൽ കുണ്ട്രയിൽ നിന്നാണ് വരുന്നത്. ഈ കഴിഞ്ഞ CPO റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ഇടം പിടിക്കാൻ സാധിച്ചു. പോലീസാണ് എന്നത് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതിൽ എത്താൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഈ PSC യാത്രയിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച എൻട്രി ആപ്പും എൻട്രിയിലെ മോക്ക് ടെസ്റ്റ്, അതേ കണക്ക് എക്സാം, അതേ കണക്ക് ക്ലാസ്, ഓഡിയോ ക്ലാസ്, ഇതെല്ലാം വീഡിയോ ക്ലാസ്, ഇതെല്ലാം എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എൻ്റെ പേര് അജയ്. ഞാൻ കൊല്ലം ജില്ലയിൽ കുണ്ട്രയിൽ നിന്നാണ് വരുന്നത്. ഈ കഴിഞ്ഞ CPO റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ഇടം പിടിക്കാൻ സാധിച്ചു. എനിക്ക് അഡ്വൈസ് ആയിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു യൂണിഫോം പോസ്റ്റ് എന്നല്ല, ഒരു പോലീസാണ് എന്നത് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അന്ന് മുതലാണ് ഞാൻ PSC പഠിക്കാൻ തുടങ്ങിയത്. 2022 എനിക്ക് IRB കമാൻഡോ എന്ന് പറയുന്നൊരു പോസ്റ്റിൽ എക്സാം പാസ്സായിരുന്നു. ഫിസിക്കൽ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഇഞ്ചുറി ഉണ്ടായി. അങ്ങനെ ഞാൻ അവിടെ മറിഞ്ഞു വീണു. അങ്ങനെ അതെനിക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു വാശിക്കാണ് ഞാൻ ഈ പോലീസ് പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എണീക്കുമായിരുന്നു. 6 മണി മുതലാണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്. 6 മണി മുതൽ വൈകിട്ട് വരെ ഞാൻ പഠിക്കുമായിരുന്നു. ഞാൻ യൂട്യൂബ് ക്ലാസ് കാണുമായിരുന്നു. ഞാൻ റാങ്ക് ഫയൽ പഠിക്കുമായിരുന്നു. പിന്നെ എൻട്രി ആപ്പ് എന്നെ ഒരുപാട് സഹായിച്ചു. മോക്ക് ടെസ്റ്റുകൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വൈകിട്ട് 6 മണി മുതൽ പ്രദീപൻ്റെ അവിടെയാണ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നത്. അവിടെ രാത്രി 6 മണി മുതൽ 9 മണിയായിരുന്നു ക്ലാസ്. ഫുൾ ടൈം ഞാൻ വന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പഠിക്കുമായിരുന്നു. ഞാൻ ഈ പോലീസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഞാൻ വേറൊരു പരിപാടിക്ക് എൻഗേജ് ആയിട്ടില്ല. ഞാൻ ഫുൾ ടൈം ഇത് എങ്ങനെയും പഠിച്ച് ഈ ജോലിക്ക് കയറി എൻ്റെ വീട് സേഫ് ആക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ PSC പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു എൻ്റെ അച്ഛന് വയ്യാതായത്, ശാരീരികമായിട്ട് അസുഖങ്ങളെല്ലാം വന്നത്. ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പോഴെല്ലാം എൻ്റെ അമ്മയായിരുന്നു സൊസൈറ്റിയിൽ പോയി ഒരു പാൽ സൊസൈറ്റിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അമ്മയുടെ വരുമാന മാർഗ്ഗത്തിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും അമ്മ എന്നോട് പറയുമായിരുന്നു, ഈ PSC പഠനം നിർത്തരുത്, എങ്ങനെയും ഒരു ജോലി, അങ്ങനെ വീട് സേഫ് ആക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ പോലീസ് യൂണിഫോം. അതിലെനിക്ക് എത്താൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ PSC പഠിക്കുമ്പോൾ തന്നെ കാറ്ററിംഗ് വർക്കിന് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഓഡിയോ ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും എല്ലാം കാണുന്നുണ്ടായിരുന്നു. അതും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അത് എൻട്രിയിലെ ക്ലാസ്സുകളും ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും PSC ഉപേക്ഷിക്കണമെന്ന് എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോഴെല്ലാം എൻ്റെ ഈ പോലീസ് യൂണിഫോമാണ് എൻ്റെ മനസ്സിൽ ഫുള്ള്. എങ്ങനെയും എനിക്ക് ആ പോലീസ് യൂണിഫോം വാങ്ങണം, എങ്ങനെയും അത് നേടണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നെപ്പോലെയുള്ള എല്ലാ ആൺകുട്ടികളുടെ ആഗ്രഹമായിരിക്കും ഒരു യൂണിഫോം പോസ്റ്റ് എന്നുള്ളത്. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. എനിക്ക് അത്രയ്ക്ക് ഞാൻ +2 ഹ്യൂമാനിറ്റീസും 10ാം ക്ലാസ്സൊക്കെ ജസ്റ്റ് പാസ്സുമായിരുന്നു. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ എക്സാം ക്രാക്ക് ചെയ്തത്. എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ആഗ്രഹിക്കുന്ന, കഷ്ടപ്പെടുന്ന, പഠിക്കുന്ന എല്ലാ ആൺകുട്ടികൾക്കും ഇത് നേടാൻ സാധിക്കും. ഞാൻ ഈ CPO എക്സാം പ്രിപ്പയർ ചെയ്തത് കറക്റ്റ് സിലബസ് അനുസരിച്ചായിരുന്നു. ആ സിലബസ് അനുസരിച്ച് പഠിച്ചുകൊണ്ടാണ് എനിക്ക് എക്സാം നല്ലപോലെ ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. എൻ്റെ ഈ PSC യാത്രയിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച 2 പേരാണ്. ഒന്ന് എൻട്രി ആപ്പും ഒന്ന് പ്രദീപണ്ണുമാണ്. എൻ്റെ ഏത് വിഷമമുള്ള സമയത്തും, എൻ്റെ ഏത് ബുദ്ധിമുട്ടുള്ള സമയത്തും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പ്രദീപണ്ണാണ്. ഞാൻ ഏത് വിഷമമുണ്ടെങ്കിലും, എൻ്റെ പഠിക്കാനുള്ള എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്നത് എൻ്റെ പ്രദീപണ്ണോടാണ്. എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതേപോലെയാണ് എൻട്രി ആപ്പും. എനിക്ക് എക്സാം എഴുതുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പല സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ എൻട്രിയിലെ മോക്ക് ടെസ്റ്റ്, അതേ കണക്ക് എക്സാം, അതേ കണക്ക് ക്ലാസ്, ഓഡിയോ ക്ലാസ്, വീഡിയോ ക്ലാസ്, ഇതെല്ലാം എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ ഇനിയും വരാനുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിച്ചുകൊള്ളുന്നു.